നമസ്കാരം. ലോകത്തിന്റെ ശ്രദ്ധ ഉക്രൈനിലെ യുദ്ധഭൂമിയിലും ഗാസയിലെ തീപ്പൊരി നിറഞ്ഞ തെരുവുകളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ തിരശീലകൾക്ക് പിന്നിൽ നിശബ്ദമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഒരു പുതിയ കിൽ മെഷീൻ. അതൊരു മിസൈൽ സംവിധാനമോ ഒരു രഹസ്യ ആയുധമോ മാത്രമല്ല, മറിച്ച് ലോകത്തെ അട്ടിമറിക്കാൻ രൂപകൽപ്പന ചെയ്ത റഷ്യ ഇറാൻ സഖ്യത്തിന്റെ അത്യന്തം അപകടകരമായ യുദ്ധബുദ്ധിയാണ്. വ്ളാഡിമിർ പുടിനും റഷ്യയും ഇറാന്റെ ഭരണകൂടവും ചേർന്ന് തീർക്കുന്നത് ഒരു സാധാരണ സൈനിക കൂട്ടുകെട്ടല്ല. അമേരിക്കയുടെ ആഗോള ആധിപത്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ നിഴൽ സേനയാണ്. എന്തുകൊണ്ടാണ് ഈ പുതിയ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യത്തിന് ഇത്ര വലിയ ഭീഷണിയാകുന്നത് എന്ന ചോദ്യത്തിന് ഇതിന്റെ ഉത്തരം മറ്റൊന്നല്ല, ഇലക്ട്രോണിക് വാർഫെയർ എന്ന പ്രതിഭാസമാണ്. ലോകത്തെ ഏറ്റവും മികച്ച ജാമിംഗ് സംവിധാനങ്ങൾ ഉള്ളത് അമേരിക്കൻ സൈന്യത്തിലാണ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഡ്രോണുകളെ ജാമിംഗ് വഴി തെറ്റിക്കുകയോ, അതായത് ജാമിംഗ് രൂപത്തിലൂടെ, അതായത് ജാമിംഗ് ഉപയോഗിച്ച് വഴി തെറ്റിക്കുവാനോ തകർക്കാനോ ഇവർക്ക് എളുപ്പമാണ്. എന്നാൽ റഷ്യ ഇറാനും നൽകുന്ന ഫൈബർ ഒപ്റ്റിക്കൽ ഡ്രോണുകൾ ഈ പ്രതിരോധത്തെ പാടെ നിഷ്പ്രഭമാക്കുകയാണ്, അതായത് അപ്പാടെ തച്ചുടയ്ക്കുകയാണ്. ഈ ഡ്രോണുകൾ നേർത്ത ഫൈബർ കേബിളുകൾ വഴിയാണ് വിവരങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് തടസ്സങ്ങൾക്കും ഇവയെ പിടികൂടാനാകില്ല എന്നതാണ് വാസ്തവവും. പശ്ചിമേഷ്യയിൽ ഇത്തരം സാറ്റലൈറ്റ് ഡ്രോണുകളെ തടയാൻ നിലവിൽ അമേരിക്കയ്ക്ക് പരിമിതികളുണ്ട്. ആധുനിക കപ്പലുകൾക്കും സൈനിക ടാങ്കറുകൾക്കും ഇവ ഒരു പുതിയ കാലത്തെ പേടി സ്വപ്നമായി മാറുകയാണ്. ശത്രുവിന്റെ തന്നെ ആയുധം അവർക്കെതിരെ തിരിക്കുക എന്ന തന്ത്രമാണ് പുടിൻ ഇവിടെ പയറ്റുന്നത്. ഈ സഖ്യം വെറുമൊരു ആയുധ കച്ചവടമല്ല, മറിച്ച് പരസ്പരം സഹായിക്കുന്ന ഒരു ബാർട്ടർ സംവിധാനമാണ്. 2022 ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് റഷ്യൻ സൈന്യം പ്രതിസന്ധിയിലായപ്പോൾ ഇറാൻ തങ്ങളുടെ ഷാഹിദി ഡ്രോണുകൾ നൽകി റഷ്യയെ സഹായിച്ചിരുന്നു. ഇപ്പോൾ റഷ്യ അതിന്റെ ഉപകാര സ്മരണയായി കൂടുതൽ കരുത്തുറ്റതും ആധുനികവുമായ ആയുധങ്ങൾ ഇറാനിലേക്ക് ഒഴുക്കുകയാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ മിനുക്കിയെടുത്ത പുതിയ ഷാഹിദി ഡ്രോണുകൾക്ക് കൂടുതൽ ഭാരമേറിയ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാനും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കുവാനും സാധിക്കും. ഇത് ഇറാൻ പശ്ചിമേഷ്യയിൽ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാക്കി മാറ്റുകയാണ്. ഉപരോധങ്ങളെ അതിജീവിച്ച് എങ്ങനെ കരുത്തരാകാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായാണ് ഈ സഖ്യം മാറുന്നത്. ഈ ചിത്രത്തിലേക്ക് ചൈനയുടെ പരോക്ഷമായ കടന്നുവരവ് കൂടി ചേരുമ്പോൾ സഖ്യമങ്ങ് പൂർണ്ണമാവുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇറാനിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി ചൈന തുടരുന്നത്. റഷ്യയും ചൈനയും ഇറാനിൽ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾ വെറും കടലാസ് പുലിയായി മാറുകയാണ്. റഷ്യയുടെ ഈ ഗ്രേ സോൺ യുദ്ധതന്ത്രം സൈനിക ശക്തിയേക്കാൾ ഉപരിയായി സാമ്പത്തിക സാങ്കേതിക താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെയും തകർക്കാനാവുകയില്ല എന്ന്, മറിച്ച് അവരെ ശത്രുക്കൾക്കൊപ്പം ചേർക്കുകയേ ഉള്ളൂ എന്ന് പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഡോളറിന്റെ ആധിപത്യം അവസാനിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ കൂടിയാണ് ഇത്. പുടിന്റെ തന്ത്രം കേവലം ആയുധങ്ങളിൽ അവസാനിക്കുന്നില്ല. സിറിയയിലെ അലവി വിഭാഗക്കാരെയും മധ്യേഷ്യയിലെ താജിക് വംശജരെയും ഈ ഡ്രോൺ പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ ഒരു വലിയ സന്നദ്ധ സൈനിക വ്യൂഹത്തെ റഷ്യ വാർത്തെടുക്കുകയാണ്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഈ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുമ്പോൾ അല്ലെങ്കിൽ സ്വായത്തമാക്കുമ്പോൾ അമേരിക്കൻ കപ്പലുകൾക്ക് സമാധാനമായി ചെങ്കടലിലൂടെ നീങ്ങാനാകില്ല എന്നതാണ് വാസ്തവം. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പരാജയം ഉറപ്പുവരുത്തുക എന്നതാണ് വ്ളാഡിമിർ പുടിന്റെ അവസാന ലക്ഷ്യം. അമേരിക്ക ഓരോ തവണയും സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റഷ്യ യുദ്ധകളത്തിലെ സമവായങ്ങൾ മാറ്റിയെഴുതുകയാണ്. 10 പേജുള്ള RGU രേഖകൾ കേവലം കടലാസുകളല്ല, മറിച്ച് പടിഞ്ഞാറൻ അപ്രമാദിത്വത്തിന്റെ ചരമക്കുറിപ്പാണ്. സാങ്കേതിക വിദ്യയും സൈനിക വീര്യവും ഒന്നു ചേരുമ്പോൾ ഇറാൻ ഒരു പുതിയ ശക്തിയായി മാറുകയാണ്. ഇലോൺ മസ്കിന്റെയും സ്റ്റാർലിങ്ങിനും പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ റഷ്യൻ ഇറാൻ സംയുക്ത ഡ്രോൺ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയ കൂട്ടുകെട്ട് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഭീഷണിയാകുന്നു എന്ന് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വരെ ആരോപിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നീക്കമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ വലിയ പൊളിച്ചെഴുത്ത് വരും മാസങ്ങളിൽ ലോകം ദർശിക്കാൻ പോകുന്നതേ ഉള്ളൂ. 5000 ഡ്രോണുകൾ എന്നത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് അമേരിക്കയുടെ ആധിപത്യത്തിന് മേൽ റഷ്യ തൊടുത്തുവിടുന്ന കൃത്യമായ അമ്പാണ്. പശ്ചിമേഷ്യയിലെ മണലാരണ്യങ്ങളിൽ നിന്നും ഉയരുന്ന ഈ പുതിയ യുദ്ധതന്ത്രം ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റി വരയ്ക്കുന്നതാണ്.
എന്തായാലും റഷ്യൻ സാങ്കേതിക വിദ്യയും ഇറാനിയൻ നിശ്ചയദാർഢ്യവും കൈകോർക്കുമ്പോൾ തകർന്നടിയുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ദശകങ്ങളായുള്ള അപ്രമാദിത്വമാണ്. യുദ്ധം ഇനി വാളുകൾ കൊണ്ടല്ല, തോക്കുകൾ കൊണ്ടു മാത്രമല്ല, ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളിലൂടെയും ഉപഗ്രഹങ്ങളിലൂടെയുമാണ് നയിക്കപ്പെടുന്നത്. പുടിന്റെയും ഇറാൻ ഭരണകൂടത്തിന്റെയും ഈ നിഗൂഢ സഖ്യം വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണ്. അത് ആഞ്ഞുവീശുമ്പോൾ പഴയ ലോകക്രമം തകർന്നു തരിപ്പണമാകും. പുതിയൊരു പശ്ചിമേഷ്യ ഉദയം ചെയ്യും. അമേരിക്കയുടെ ആഗോള പോലീസ് ചമയലിന് റഷ്യ നൽകുന്ന ഈ മറുപടി ലോകം ശ്വാസമടക്കി പിടിച്ചിരുന്ന് വീക്ഷിക്കും.